ഗുഡ് മോർണിംഗ് എവരി വൺ. സോ നമ്മളുടെ ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി. കാരണം സഡൻലി വന്നൊരു മീറ്റിംഗ് കാരണം നമുക്ക് എൻട്രിക്കുള്ള സ്പേസ് നമുക്ക് കിട്ടിയില്ല. ദെൻ നമുക്ക് ഇവിടെ നമ്മൾ ഡൗൺ സൈഡിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം അപ്പ് സൈഡിലേക്ക് സ്റ്റോപ്പേഴ്സ് അവൈലബിൾ അല്ല നമ്മൾ കരുതുന്നുണ്ട്. അതുപോലെ എക്സാക്റ്റ് 54,200 സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഇതൊരു പ്രോപ്പർ സെല്ലിംഗ് ആണ്. ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ചെറിയൊരു റീട്രേസ്മെൻറ്റ് നടത്തി ഇതെല്ലാം പ്രോപ്പർ സെല്ലിംഗ് ആയിട്ട് കരുതുന്നു. റീട്രേസ്മെൻറ്റ് നടത്തി ഫിബൊനാച്ചിയിൽ റീച്ച് ആയി, പിന്നെ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യും. ഇതാണ് നമ്മളുടെ കറണ്ടുള്ള പ്ലാൻ. അപ്പം അങ്ങനെ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പരുത്തിക്കുള്ള മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകും നമ്മൾ കരുതുന്നില്ല. 54,200 എക്സാക്റ്റ് ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയും അതുപോലെ എക്സ്ട്രയുടെ ഒരു സപ്പോർട്ടിനടുത്താണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഡൗൺ സൈഡിലേക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. കാരണം അധികം വെയിറ്റ് ചെയ്ത് ചിലപ്പം മൂവ്മെൻറ്റ്സ് കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷെ നമുക്ക് ഓൾമോസ്റ്റ് മാർക്കറ്റ് നമുക്ക് ഓപ്പോസിറ്റാണ് മൂവ് ചെയ്യുന്നത്. ദെൻ നമ്മളുടെ കാരണം പ്രീമിയം നമുക്ക് അത് ഭീകരനോട് ഓപ്പോസിറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. അത് നോക്കി മനസ്സിലാവും. ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ എൻട്രി ഇടുന്നതായിരുന്നു. പക്ഷെ അവിടെ നിന്നും ഓൾമോസ്റ്റ് ചെറിയ മൂവ്മെൻറ്റ്സ് തന്നെ പ്രീമിയം അതിഭീകരമായിട്ട് നമുക്ക് ഓപ്പോസിറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും നമുക്ക് ഫേവറബിൾ അല്ല. കാരണം സഡൻലി ഒരു ഡൗൺ സൈഡിലേക്കാണ് നമുക്ക് വരേണ്ടത്. ഇനി കുറച്ചുകൂടി മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പ്രീമിയം കാരണം നമ്മൾ എക്സിറ്റ് ആകേണ്ടി വരും. ചില 120 പോയിൻറ്റ്സ് മാർക്കറ്റിൽ മൂവ് ചെയ്യണമെന്നില്ല, പക്ഷെ നമുക്കിവിടെ എക്സിറ്റ് ആക്കേണ്ടി വരും. ഇതാണ് നമ്മളുടെ കറണ്ട് വല്ല പ്ലാൻ. ഇനി ഒരു അപ്സൈഡ് കൂടി വരാൻ പാടില്ല. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഒട്ടും ഫേവറബിൾ ആയിട്ടുള്ള ക്യാൻഡിലല്ല. നമ്മളുടെ പ്ലാൻ ഇത് തന്നെയായിരുന്നു. കാരണം ഇവിടെ നിന്ന് റിട്രേസ്മെൻറ്റ് ഡൗൺ സൈഡിലേക്ക് ഉണ്ടാകും, അതനുസരിച്ച് നമുക്ക് എക്സിറ്റ് ആകും. ഇതായിരുന്നു നമ്മുടെ പ്ലാൻ. ഞാൻ താഴേക്ക് കുറേ അധികം അവൈലബിൾ ആയിരുന്നു. ക്ലോസിംഗ് പ്രൈസ് 54,200. അതുപോലെ നല്ലൊരു സെൽ ട്രെൻഡിങ് ആയിരുന്നു. അത് കണ്ടിന്യൂഷൻ ചെയ്ത് പോകും. പ്രോപ്പർ റിട്രേസ്മെൻ്റ് ഉണ്ട്. ഫിബൊനാച്ചി ലെവൽ റീച്ച് ആയിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഫിബൊനാച്ചി ലെവൽ റീച്ച് ആയിട്ടുണ്ട്. ഇവിടെ നിന്നും ഉറപ്പായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്ന് തന്നെയാണ് കരുതിക്കൊണ്ടിരുന്നത്. പക്ഷേ മാർക്കറ്റ് ഇനി അപ്സൈഡ് മൂവ് ചെയ്യുന്നത് പ്രീമിയം അതിഭീകരമായിട്ട് നമുക്ക് ഓപ്പോസിറ്റ്. ഓൾറെഡി നമ്മുടെ സ്റ്റോപ്പ് ലോസ് കവർ ആയിപ്പോയി. കാരണം നമ്മുടെ ടാർഗറ്റ് ഇപ്പോഴാണ് സ്റ്റോപ്പിൽ ഇപ്പോഴാണ് വന്നതെങ്കിൽ തന്നെയും നമുക്കിവിടെ എക്സിറ്റ് എടുക്കാം. കാരണം ഇപ്പോഴാണ് നമ്മുടെ ടാർഗറ്റ് വന്നെങ്കിൽ തന്നെയും പ്രീമിയം അതിഭീകരമായിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് മൂവ് ചെയ്തു. സോ അതൊരിക്കൽ കുറച്ചുകൂടി നമുക്കിന്ന് എക്സ്ട്രാ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, മാർക്കറ്റ് ഇങ്ങനെ തന്നെയാണ്. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ. ബൈ.